Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu falan tajida lahu waliyyan murshida. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ആദ്യമായി എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാന്മാരായ ഖുലഫാഉ റാഷിദുകളുടെ ചരിത്രമാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും എന്നിവരുടെ എല്ലാം ചരിത്രം നാം വിശദീകരിച്ചു. അതോടെ ഇസ്ലാമിക ചരിത്രം, അതല്ലെങ്കിൽ മുസ്ലിം ചരിത്രം അവസാനിക്കുന്നില്ല. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഒരു യുഗം അതോടുകൂടി അവസാനിക്കുകയാണ്. പിന്നീട് മുസ്ലിം സാമൂഹിക ഘടനയ്ക്ക് സംഭവിച്ച അരാജകത്വവും മാറ്റവുമൊക്കെയാണ് നമ്മൾ കാണുന്നത്. മുസ്ലിം സാമൂഹിക ഘടനക്കുണ്ടായിരുന്ന ജനാധിപത്യത്തിൻ്റെയും കൂടിയാലോചനയുടെയും നീതിയുടെയും മുഖം ഖിലാഫത്തുർ റാഷിദയ്ക്ക് ശേഷം നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അമവി കാലഘട്ടം അത് രാജവാഴ്ചയുടെ യുഗമായിരുന്നു. ഇസ്ലാമിക സാഹോദര്യത്തിന് പകരം ഗോത്രപ്പെരുമയും കുടുംബ മഹിമയും അതുപോലെ തന്നെ ആ പഴയ കാലത്തുണ്ടായിരുന്ന വംശീയമായ ചിന്തകളുമെല്ലാം മേധാവിത്വം നേടി. പൊതു ഖജനാവിന് ഖിലാഫത്തുർ റാഷിദയുടെ കാലയളവിൽ ഉണ്ടായിരുന്ന ആ സാമ്പത്തിക സുതാര്യതയുടെ മനോഹരമായിട്ടുള്ള മുഖം അത് പിൽക്കാലത്ത് നഷ്ടപ്പെട്ടു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അമവി കാലഘട്ടത്തിൽ അധികാരികൾക്കും അവരുടെ സ്തുതിപാഠകർക്കും കൊട്ടാരങ്ങളും രമ്യഹർമ്മങ്ങളും പണിയാൻ പൊതുഖജനാവിനെ ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായി. ഇസ്ലാമിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റം കാത്തിരിക്കുന്ന കാലമായിരുന്നു അത്. ആ മാറ്റത്തിന് ചുക്കാൻ പിടിച്ച ഒരു മഹത് വ്യക്തിത്വത്തെയാണ് ഇന്നത്തെ ഖുതുബയിൽ നാം പരിചയപ്പെടുത്തുന്നത്, അതല്ലെങ്കിൽ വിശദീകരിക്കുന്നത്. പ്രവാചകന്മാരിലൂടെയായിരുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സമൂഹങ്ങളിൽ
മാറ്റങ്ങൾക്കുള്ള, പരിവർത്തനങ്ങൾക്കുള്ള നേതൃത്വം എന്ന് പറയുന്നത്. പക്ഷേ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന ഖാതമുൽ അംബിയാ ഇലാ നബിയ്യ ബഅദി എന്നാ പറഞ്ഞത്. ഞാൻ പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ്, എനിക്ക് ശേഷം വേറൊരു പ്രവാചകൻ വരില്ല. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. പക്ഷേ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ, സാമൂഹിക പരിവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഉതകുന്ന മഹാന്മാരായ പരിഷ്കർത്താക്കൾ, മുജദ്ദിദുകൾ ഓരോ നൂറ്റാണ്ടിലും ആഗതമാവുമെന്ന പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്നല്ലാഹ യബഅസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. നിശ്ചയം അല്ലാഹു തആല ഓരോ നൂറ്റാണ്ടിന്റെയും തുടക്കത്തിൽ ഒരു മുജദ്ദിദിനെ നിയോഗിക്കുന്നതാണ്. ഈ ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുജദ്ദിദുകൾ, നവോത്ഥാന നായകന്മാർ ഓരോ നൂറ്റാണ്ടിലും സമാഗതമാവുമെന്ന് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സ്വഹീഹായ ഹദീസാണ്. ഖുർആനിനും ഹദീസിനും എതിരാവാത്ത വിശദീകരണങ്ങളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളുമാണ് അത്തരം മുജദ്ദിദുകളിൽ നിന്നുണ്ടാവുക. അത്തരം മുജദ്ദിദുകളായ പണ്ഡിതന്മാരെ അംഗീകരിക്കുക, ഉൾക്കൊള്ളുക എന്നതും മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വചനത്തിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, നിങ്ങൾ അള്ളാഹുവിന്റെ ദൂതനെയും അനുസരിക്കണം. നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കളെ, നേതാക്കളെ, പണ്ഡിതന്മാരെ, മുജദ്ദിദുകളെ, മുജ്തഹിദുകളെയും നിങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഉലിൽ അംറിനെ, നായകന്മാരായ പണ്ഡിതന്മാരെ നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയാൻ. അത് ഇസ്ലാമിക ഉമ്മത്തിന്റെ ബാധ്യതയാണ്. ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. പക്ഷെ ഒരു കാര്യത്തിൽ തർക്കിക്കുകയാണെങ്കിൽ നിങ്ങൾ മടങ്ങേണ്ടത് അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ്. ഒരു വിഷയത്തിൽ നിങ്ങൾ ഭിന്നാഭിപ്രായത്തിൽ എത്തിച്ചേർന്നാൽ അവിടെ പണ്ഡിതന്മാരിലേക്ക് മടങ്ങാനല്ല പറഞ്ഞത്, അല്ലാഹുവിലേക്കും റസൂലിലേക്കുമാണ് നിങ്ങൾ മടങ്ങേണ്ടത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീലാ. അതാണ് ഏറ്റവും നല്ല നിലപാട്, ഏറ്റവും നല്ല പര്യവസാനവും. സഹോദരങ്ങളെ, അങ്ങനെ ഓരോ നൂറ്റാണ്ടിലും ഇസ്ലാമിക ഉമ്മത്തിന്റെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിത്തറയിൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ നിരവധി പണ്ഡിതന്മാർ നിയുക്തരായിട്ടുണ്ട്. അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ചരിത്രമാണ് ഇനിയുള്ള ഖുതുബയിൽ നമ്മൾ വിശദീകരിക്കുന്നത്, ഖുതുബകളിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ മുജദ്ദിദായിരുന്നു മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു എന്നും നമുക്ക് പറയാവുന്നതാണ്. വലിയ മഹത്വമുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു, ഒരു പരിഷ്കർത്താവായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ ചരിത്രം, ആ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പാഠങ്ങളുണ്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ പാഠങ്ങളുണ്ട്, നമ്മുടെ വൈയക്തിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ധാരാളം പാഠങ്ങൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ മുമ്പിൽ മുന്നോട്ട് വെച്ചത്. ആ പാഠങ്ങളെ വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുതുബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാതെ നമുക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയുക സാധ്യമല്ല. അതല്ലെങ്കിൽ ചരിത്രം തുടങ്ങാനേ കഴിയില്ല. തുടക്കം തന്നെ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാവണം. കാരണം എന്താ? നമുക്കറിയാം, ഉമർ റളിയല്ലാഹു അൻഹു നാട്ടുകാരുടെ ക്ഷേമാന്വേഷണങ്ങൾ തിരക്കാൻ വേണ്ടി രാത്രിയിൽ വേഷപ്രച്ഛന്നനായിട്ട് പുറപ്പെടുമായിരുന്നു. ഖലീഫയാണ് നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവാതിരിക്കാൻ
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പുറപ്പെടുമ്പോ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൽ നിന്ന് ഒരു വർത്തമാനം, ഒരു സ്ത്രീയുടെ വർത്തമാനം കേട്ടു. ആ സ്ത്രീ അവരുടെ മകളോട് പറയാണ്, മോളെ പാലിൽ വെള്ളം ചേർക്കണം, നാളെ നേരം വെളുത്താൽ നമുക്ക് പാല് വിൽക്കാനുള്ളതാണ്, അതുകൊണ്ട് നേരം വെളുക്കുമ്പോഴേക്ക് ആ കൃത്യം നിർവഹിച്ചേക്കണം എന്ന് ആ മകളോട് മാതാവ് പറയുമ്പോ മകൾ മാതാവിനോട് പറയുന്നുണ്ട്, പ്രിയ മാതാവേ, ഉമ്മ, ഖലീഫ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യരുതെന്ന് അമീറുൽ മുഅ്മിനീന്റെ ഉത്തരവുണ്ട്. പൊന്നുമോളെ, അതിന് അമീറുൽ മുഅ്മിനീൻ ഇത് കാണുന്നില്ലല്ലോ, അമീറുൽ മുഅ്മിനീൻ നമ്മുടെ ചെയ്തികളും നമ്മുടെ വാക്കുകളും കേൾക്കുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? ഇല്ലം യറനാ ഉമർ വല്ലാഹു യറാനാ. അമീറുൽ മുഅ്മിനീൻ നമ്മളെ കാണുന്നില്ലെങ്കിലും, ഉമർ നമ്മളെ കാണുന്നില്ലെങ്കിലും അല്ലാഹു നമ്മളെ കാണുന്നു. അത് വല്ലാത്തൊരു വർത്താനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ആ പെൺകുട്ടിയുടെ വർത്തമാനം നന്നായി ഇഷ്ടപ്പെട്ടു, വലിയ സന്തോഷായി. ഉമർ റളിയല്ലാഹു അൻഹു ആ സന്തോഷത്തോടെയാണ് തൊട്ടടുത്ത ദിവസം ജനങ്ങൾക്കിടയിലേക്ക് മസ്ജിദിലേക്ക് ചെന്നത്. മസ്ജിദിൽ ചെന്ന ഉടനെ തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നാലിന് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു പെൺകുട്ടിയുടെ വർത്തമാനം ഞാൻ കേട്ടിട്ടുണ്ട്, ആ പെൺകുട്ടിക്ക് നമുക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണം. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇത്ര വലിയ തഖ്വയും ഈമാനും പ്രകടിപ്പിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുഞ്ഞിനെ, ആ യുവതിക്ക് നല്ല ഒരു സമ്മാനം നമുക്ക് കൊടുക്കണം. കൂട്ടത്തിൽ ഒരു സ്വഹാബി പറഞ്ഞു, എങ്കിൽ നമുക്ക് 1000 ദിർഹം തന്നെ കൊടുക്കാം. അതൊന്നും പോരാ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊന്നും പോരാ, ഞാൻ ആ പെൺകുട്ടിയെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയാണ്, എൻ്റെ വീട്ടിലെ ഒരു അംഗമാക്കാൻ പോവുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ പോകുന്ന സമ്മാനം, അങ്ങേയറ്റം ദരിദ്രമായ കുടുംബമായിരുന്നു, പക്ഷെ ആ പെൺകുട്ടിക്ക് ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കാൻ പോകുന്ന സമ്മാനം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ ആസിം റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ഈ പെൺകുട്ടിയെ വിവാഹാന്വേഷണം നടത്തുക, അവരതിനെ യോജിക്കുകയാണെങ്കിൽ, അവരതിനോട് താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ വിവാഹം നടത്തുക എന്നതായിരുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം. അങ്ങനെ അദ്ദേഹം സ്വന്തം പുത്രൻ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ആസിം മോനെ, നിനക്ക് ഞാൻ സത്യസന്ധതയും വിശ്വസ്തതയുമുള്ള ഒരു പെൺകുട്ടിയെ നിർദ്ദേശിച്ചു തരാം, നീ അവളെ വിവാഹാന്വേഷണം നടത്തണം. ആ പെൺകുട്ടിയെ ആസിം റളിയല്ലാഹു അൻഹു വിവാഹാന്വേഷണം നടത്തുകയും ആ കുടുംബം യോജിക്കുകയും ആസിം റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയെ വിവാഹം ചെയ്യുകയും ചെയ്തു. ആ പെൺകുട്ടിക്ക് പുരുഷ സന്താനങ്ങളൊന്നും ഉണ്ടായില്ല, ആകെ ഉണ്ടായത് ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടിക്ക് ആകെയുണ്ടായത് ഒരു പെൺകുട്ടിയായിരുന്നു. ആസിം റളിയല്ലാഹു അൻഹുവിന് വേറെ ഭാര്യമാരിൽ പുരുഷ സന്താനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ചരിത്രത്തിൽ. പക്ഷെ ആ പെൺകുട്ടിയിൽ ഒരു പെൺകുട്ടിയെ ഉണ്ടായുള്ളൂ. ആ പെൺകുട്ടിയായിരുന്നു ചരിത്രത്തിൽ നമ്മൾ മുജദ്ദിദ് എന്ന് വിശേഷിപ്പിക്കുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. അവരായിരുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. ഈ ചരിത്രത്തിൽ തന്നെ നമുക്കൊരു പാഠമുണ്ട്. അതായത് നല്ല സച്ചരിതരായ സന്താനങ്ങൾ ഉണ്ടാവണമെങ്കിൽ സൽവൃത്തരായ യുവതികളെ വിവാഹം ചെയ്യണം. നമ്മുടെ മക്കൾക്ക് അങ്ങനെയുള്ള യുവതികളെ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ അവരെ വിവാഹം ചെയ്യിപ്പിക്കണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തുൻകഹുൽ മർഅതു ലിയർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിനസബിഹാ വലിദീനിഹാ ഫൽഫറ ബിദാത്തിദ്ദീൻ. പെൺകുട്ടികൾ വിവാഹം ചെയ്യപ്പെടുന്നത് 4 പരിഗണനകൾ വെച്ചുകൊണ്ടാണ്. 4 പരിഗണനകൾ വെച്ചുകൊണ്ടുള്ള വിവാഹമാണ് ഈ ലോകത്ത് നടക്കുന്നത്. ഒന്നാമത്തെ പരിഗണന സമ്പത്ത്. അങ്ങനെയുള്ള വിവാഹങ്ങൾ, സമ്പത്തിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. സൗന്ദര്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. തറവാടിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വിവാഹങ്ങളും നടക്കുന്നുണ്ട്. ദീനിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വിവാഹങ്ങളും നടക്കുന്നുണ്ട്. ഫൽഫറ ബിദാത്തിദ്ദീൻ. ദീനുള്ളവരെയാണ് നിങ്ങൾ അത് ജയിക്കേണ്ടത്, ദീനുള്ളവരെയാണ് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ടത്. ഇദാ അതാകും മൻ തർദൗന ദീനഹു വഖുലുഖഹു വസവ്വിജൂഹു വഇല്ലാ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ. ദീനും സൽസ്വഭാവവുമുള്ളവർ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ കണ്ടാൽ അവരെ നിങ്ങൾ വിവാഹം ചെയ്യുക. അതല്ലെങ്കിൽ ഭൂമിയിൽ വലിയ കുഴപ്പവും അരാജകത്വവുമാണ് ഉണ്ടാവാൻ പോകുന്നത്. സൽസ്വഭാവവും ദീനുമാവണം.
സൽസ്വഭാവം ദീനുമാവണം ഇണയെ തെരഞ്ഞെടുക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം. അതാണ് സഹോദരങ്ങളെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ആ ചരിത്രത്തിന്റെ പ്രാഥമികമായ തലം തന്നെ നമ്മോട് പറയുന്ന വലിയൊരു സംഗതി എന്ന് പറയുന്നത്, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കിന് ശേഷമാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് വരുന്നത്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് രോഗിയായി, അദ്ദേഹത്തിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അതോടെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി ആരെ നിശ്ചയിക്കണമെന്നായി അദ്ദേഹത്തിന്റെ ചിന്ത. അയ്യൂബ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു, ഒരു മകനുണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ അയ്യൂബ് നേരത്തെ മരണപ്പെട്ടു പോയി. ഇനിയുള്ളത് കൊച്ചുമക്കളാണ്. അവരെയൊന്നും അധികാരമേൽപ്പിക്കാൻ കഴിയില്ല, ചെറിയ കുട്ടികളാണ്. അധികാരമേൽപ്പിക്കണമെന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായി, പക്ഷെ അതിനൊന്നും കഴിയില്ല എന്നൊരു ചിന്ത. അവരൊന്നും യുവത്വത്തിലേക്ക് പോലും വേണ്ടത്ര അടുത്തിട്ടില്ല, അത്രയ്ക്കും ചെറിയ കുട്ടികളാണ്. അതുകൊണ്ട് വല്ലാണ്ട് അസ്വസ്ഥനായി സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്. അങ്ങനെയാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ഉപദേശകനായ റജാ ഉൽ കിന്ദിയോട് ചോദിക്കുന്നത്. എന്താ ചോദിച്ചത് റജാ ഉൽ കിന്ദിയോട്? എൻ്റെ അവസ്ഥ ഇതാണ്, ഞാൻ രോഗിയാണ്, ഞാനിനി ഏറെക്കാലം ഒന്ന് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ശേഷം ഒരു വലിയുൽ അഹദ്, ഒരു കിരീടാവകാശി വേണ്ടതുണ്ട്. കിരീടാവകാശിയെ ഞാൻ നിശ്ചയിക്കാൻ പോവുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? റജാ ഉൽ കിന്ദി പറഞ്ഞു, രാഷ്ട്രീയ ഉപദേശകനായ റജാ ഉൽ കിന്ദി പറഞ്ഞു, താങ്കൾ സച്ചരിതനായ ഒരാളെ ഖലീഫയാക്കണം. അത് താങ്കളുടെ ഖബറിൽ സുരക്ഷിതത്വവും പരലോകത്ത് ശുപാർശയും ലഭിക്കാൻ ഇടയാക്കും. ഇത് കേട്ടപ്പോ ഖലീഫയുടെ മുഖം പ്രസന്നമായി, അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവാണേ, ഞാൻ ഈ ചെയ്യുന്ന കരാറിൽ പിശാചിന് ഒരു സ്ഥാനവും ഉണ്ടാവില്ല. ഒരു നല്ല മനുഷ്യനൊന്നും ആയിരുന്നില്ല സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്. ആകെ കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്ന നന്മ ചരിത്രകാരന്മാര് പറയുന്നത് അദ്ദേഹത്തിന് ശേഷം ഖലീഫയായിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ നിശ്ചയിച്ചു എന്ന് മാത്രമാണ്. പക്ഷെ അങ്ങനെയാകുമ്പോഴും രോഗിയാകുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ ആളുകൾക്ക് വരുന്ന ഒരു ഈമാനുണ്ട്. ആ ഈമാനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാഹുവാണേ, ഞാൻ ഈ ചെയ്യുന്ന കരാറിൽ പിശാചിന് ഒരു സ്ഥാനവും ഉണ്ടാവില്ല. പിന്നീട് സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് തന്റെ പിൻഗാമിയെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു കത്ത് റജാ ഉൽ കിന്ദിയെ ഏൽപ്പിച്ചു. കത്തിന്റെ ഉള്ളടക്കം നേരത്തെ ആളുകളോട് പറയാതെ ജനമധ്യത്തിൽ വെച്ച് അത് തുറന്നു വായിക്കാനാണ് പറഞ്ഞത്. അങ്ങനെ ജനമധ്യത്തിൽ വെച്ച് റജാ ഉൽ കിന്ദി അത് തുറന്നു വായിച്ചു. ആ കത്തിലുണ്ടായിരുന്ന അടുത്ത ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷേ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു താല്പര്യവുമില്ല. ഖിലാഫത്ത് ഒരു അമാനത്താണ്. അതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും, വിചാരണ ചെയ്യപ്പെടും എന്നുള്ള കൃത്യമായ ബോധ്യം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അധികാരം ഏൽപ്പിച്ച ഈ ഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റുകൊണ്ട് പറയാണ്, അയ്യുഹന്നാസ് ഇന്നി ഖദ് ഉത്ലീതു ബിഹാദൽ അംരി മിൻ ഗൈരി റഅയിൻ കാന മിന്നി വലാ ത്വലബത്തിൻ ലഹു വലാ മശൂറത്തിൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിങ്ങളെ, ജനങ്ങളെ, നിങ്ങൾ എന്നെ ഈ അധികാരം ഏൽപ്പിച്ചിട്ടുള്ളത് എന്റെ അഭിപ്രായം ചോദിക്കാതെയാണ്, എന്നോട് അന്വേഷിക്കാതെയാണ്, മുസ്ലിങ്ങളുടെ കൂടിയാലോചനയില്ലാതെയാണ്. ഒരാള് എന്നെ അധികാരം ഏൽപ്പിച്ചു, ഒരു ഭരണാധികാരി എന്നെ അധികാരം ഏൽപ്പിച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് എന്നെ നിശ്ചയിച്ചിരിക്കുകയാണ്. പക്ഷെ എന്നോട് നിങ്ങൾ അഭിപ്രായം ചോദിച്ചിട്ടില്ല, നിങ്ങൾ മുസ്ലിങ്ങളോട് കൂടിയാലോചിച്ചിട്ടുമില്ല. അതിനാൽ ഞാനിതാ ഈ ബൈഅത്ത് നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കുന്നു. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളാണ് തെരഞ്ഞെടുക്കേണ്ടത്, നിങ്ങൾ ഓരോരുത്തരുമാണ് തെരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ ഒരു ഭരണാധികാരി, ഒരു രാജാവ് പറയുന്ന രീതിയെ ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോൾ ആളുകൾക്കൊക്കെ അത്ഭുതം. കാരണം ഇത് ഖുലഫാഉർ റാഷിദുകളുടെ രീതിയാണ്. ഖുലഫാഉർ റാഷിദുകൾക്ക് ശേഷം ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അധികാരം കയ്യിൽ വന്നിട്ടും ഭരണം കയ്യിൽ വന്നിട്ടും അത് വേണ്ടെന്ന് പറയുന്ന രീതി ഖുലഫാഉർ റാഷിദുകളുടെ രീതിയാണ്. അതുകൊണ്ട് ജനങ്ങൾ ചിന്തിച്ചു, ഇത് തന്നെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് ഖലീഫയാകാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത്. അദ്ദേഹം ഖിലാഫത്ത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഖലീഫയാകാനുള്ള ഏറ്റവും വലിയ യോഗ്യത ഈ മനസ്സായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ ഖിലാഫത്തിലേക്ക് ആനയിക്കാൻ
ജനങ്ങളെ പ്രേരിപ്പിച്ചത്, വിശ്വാസികളെ പ്രേരിപ്പിച്ചത്. അവർ ഒന്നടങ്കം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ പിറകോട്ട് പോവരുത്, നിശ്ചയം ഞങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ കാര്യം നിങ്ങളങ്ങ് ഏറ്റെടുത്തേക്ക്. സമൃദ്ധമായ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ കാര്യം നിങ്ങളങ്ങ് ഏറ്റെടുത്തേക്കു. ഞങ്ങൾ വിശ്വാസികൾ നിങ്ങളിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അമീറുൽ മുഅ്മിനീൻ, നിശ്ചയം ഞങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾക്കില്ല. ഖിലാഫത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ ഖിലാഫത്ത് ഏറ്റെടുക്കാൻ അദ്ദേഹം നിർബന്ധിതനാവുകയായിരുന്നു, അതും ജനങ്ങളിൽ നിന്നുള്ള പൂർണ്ണ സമ്മതത്തോടുകൂടി. അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ഉമർ സാനി, രണ്ടാമത്തെ ഉമർ, അതുപോലെ ഖുലഫാഉ റാഷിദുകളിൽ അഞ്ചാമത്തെയാൾ എന്നെല്ലാം വിശേഷിപ്പിക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. ആദ്യത്തെ പ്രസംഗം തന്നെ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് തഖ്വയും ഈമാനും പരലോകബോധവുമുള്ള ജീവിതം നയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കങ്ങളിൽ ചില ഭാഗങ്ങൾ ഇപ്രകാരമാണ്. അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റുന്നുകൊണ്ട് ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം, അതിന് സന്നദ്ധമായതിനു ശേഷം അദ്ദേഹം പറയാണ്, അയ്യുഹന്നാസ് ഊസീകും ബിതഖ്വല്ലാഹ്, ജനങ്ങളെ നിങ്ങളെ ഞാൻ തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്. അമവി ഖലീഫമാർക്ക് അങ്ങനെ ഒരു രീതി, അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ നയപ്രഖ്യാപന പ്രസംഗം അത് ആരംഭിക്കുന്നത്, ജനങ്ങളെ ഞാൻ നിങ്ങളെ തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്. വഅമലൂ ലിആഖിറതികും, നിങ്ങൾ പരലോകത്തിന് വേണ്ടി പണിയെടുക്കണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗത്തിലെ ഉള്ളടക്കമാണ്. വേറെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം. അത്തിയൂനി മാ അതഅതുല്ലാഹ് ഫഇദാ അസൈതുല്ലാഹ ഫലാ തഅത ലി അലൈക്കും, ഞാൻ അല്ലാഹുവിനെ അനുസരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കണം. ഞാൻ അല്ലാഹുവിനെ ധിക്കരിച്ചാൽ നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല. അങ്ങനെ ഇസ്ലാമിക ഭരണാധികാരം, അതല്ലെങ്കിൽ ഇസ്ലാമിക ഖിലാഫത്തും ഇമാറത്തും മുന്നോട്ട് വെക്കുന്ന മൗലികമായ ആശയങ്ങളെ തന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ മുന്നോട്ട് വെക്കാൻ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സാധ്യമായി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ജനങ്ങളോട് ഉപദേശിക്കുക അത് എളുപ്പമാണ്. പക്ഷേ ജീവിത വിശുദ്ധി കൊണ്ട് തന്റെ ജീവിതത്തെ അദ്ദേഹം ലോകത്തിന്റെ മുമ്പിൽ, ചരിത്രത്തിൽ അടയാളപ്പെടുത്തി എന്നുള്ളതാണ്. അധികാരത്തിന്റെ തിണ്ണഫലത്തിൽ അമവി കുടുംബങ്ങൾ സമ്പാദിച്ച ധനം മുഴുവൻ ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ മുൻഗാമികൾ ജനങ്ങളിൽ നിന്ന് വെട്ടിച്ചെടുത്ത, ചൂഷണം ചെയ്തെടുത്ത പണം അത് ജനങ്ങളിലേക്ക് തിരിച്ചു കൊടുക്കുവാൻ, അതിന്റെ അവകാശികളിലേക്ക് തിരിച്ചു കൊടുക്കുവാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. പ്രിയപത്നി ഫാത്തിമയെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫാത്തിമ, നമ്മുടെയും നിന്റെ സഹോദരന്മാരുടെയും മറ്റു ബന്ധുക്കളുടെയും കൈവശമുള്ള സ്വത്ത് മുസ്ലിങ്ങളുടേതാണ്. അത് നമ്മുടെ സ്വകാര്യ സ്വത്തല്ല. നമ്മുടെ പൂർവികർ അത് അന്യായമായിട്ട് കവർന്നെടുത്തതാണ്, തട്ടിയെടുത്തതാണ്. അതിനാൽ എല്ലാം പിടിച്ചെടുത്തുകൊണ്ട് അവകാശികൾക്ക് തിരിച്ചു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന്റെ തുടക്കം എന്നിൽ നിന്ന് തന്നെയാണ്. ആദ്യം എന്നിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ശരിയായ അവകാശികളിലേക്ക് പണം തിരിച്ചു കൊടുക്കൽ എന്നിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുകയാണ്. എന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ വാങ്ങിയ കുറച്ച് ഭൂമിയൊഴിച്ച് മറ്റെല്ലാം അവയുടെ യഥാർത്ഥ അവകാശികൾക്ക് വിട്ടുകൊടുക്കുകയാണ്. പ്രിയപത്നി ഫാത്തിമ ചോദിച്ചു, ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണ്? പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? ഫാത്തിമ ചോദിച്ചു. അല്പനേരം ചിന്തിച്ചതിന് ശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഏറ്റവും വലിയ മോഹം സ്വർഗമാണ്. എന്റെ ഏറ്റവും വലിയ മോഹം പരലോക വിജയമാണ്. അതിനാൽ ഫാത്തിമ, നിനക്ക് രണ്ടാലൊന്ന് തീരുമാനിക്കാം. ഒന്നുകിൽ നിന്റെ വില പിടിച്ച വസ്ത്രങ്ങളും അമൂല്യമായ ആഭരണങ്ങളും ആഡംബരപൂർണമായ ജീവിതവും നിനക്ക് നയിക്കാം. അത് നീ ഒറ്റയ്ക്ക് നയിച്ചോ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും ഈ നിലപാട് ഉൾക്കൊള്ളാൻ നീയും സന്നദ്ധനാവണം, നീയും സന്നദ്ധയാവണം. രണ്ടും കൂടി ഇനി ഒരിക്കലും ഒത്തുപോവുകയില്ല. കരഞ്ഞുകൊണ്ടാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞത്.
ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അങ്ങ് ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു കൊള്ളുക, ഞാൻ എന്നും അങ്ങയുടെ കൂടെ ഉണ്ടാവും. സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലും, അധികാരമുണ്ടാവുമ്പോഴും ഇല്ലാത്ത ഘട്ടത്തിലും എല്ലാ ഘട്ടത്തിലും ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടാവും. അങ്ങ് തീരുമാനിച്ചത് പ്രകാരം അല്ലാഹുവിന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോവുക എന്ന് ധൈര്യം പകർന്നു നൽകുകയായിരുന്നു പ്രിയപത്നി ഫാത്തിമ റളിയല്ലാഹു അൻഹ. സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്വർഗ നരകങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം, അതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെയും കുടുംബത്തിന്റെയും ജീവിതം വേറിട്ട് നിൽക്കുന്ന ഘടകം എന്ന് പറയുന്നത്, വേറിട്ട് നിൽക്കുന്ന അടിസ്ഥാനം എന്ന് പറയുന്നത് പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജീവിതം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാഷ്ട്രത്തിന്റെ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത ആപ്പിൾ പാവങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തന്റെ കൊച്ചുമകന്റെ കയ്യിൽ ഒരു ആപ്പിൾ. കൊച്ചുമകൻ അറിയില്ലല്ലോ, കൊച്ചുകുട്ടിയല്ലേ, ഇത് പൊതു ഖജനാവിൻ്റെതാണ്, ഇത് തനിക്ക് കഴിക്കാൻ പാടില്ലെന്ന് ആ കൊച്ചുമകൻ അറിയില്ല. ആ കൊച്ചുമകൻ അതെങ്ങനെ കയ്യിൽ പിടിച്ചു നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ കൊച്ചുമകനിൽ നിന്ന് അത് വാങ്ങുകയാണ്. അപ്പോഴും ആ കൊച്ചുമകൻ അത് മാറോടണക്കുകയാണ്. ചെറിയ കുട്ടികൾ അങ്ങനെ ചെയ്യുമല്ലോ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ മാറോടണക്കും, കാരണം അവർക്കതൊന്നും മനസ്സിലാക്കാൻ പ്രായമായിട്ടില്ല. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബലപൂർവം തന്നെ, ബലപ്രയോഗത്തിലൂടെ തന്നെ അത് വാങ്ങി എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് വാങ്ങുന്നത് കാണുമ്പോ ആ കൊച്ചുമകൻ ഇങ്ങനെ കരയുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ രംഗം കാണുകയാണ്. അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അവരുടെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുകുകയാണ്. പക്ഷേ പ്രിയ ഭർത്താവ് അറിയാതെ, പ്രിയതമൻ അറിയാതെ അത് തുടക്കുകയാണ്. അവർ കാണുമോ എന്നുള്ളൊരാശങ്കയുണ്ട്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെങ്ങനെ അറിയാതെ ചെയ്യുന്നുവെങ്കിലും അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ഫാത്തിമ, എന്റെ കൊച്ചുമോന്റെ കയ്യിൽ നിന്ന് ഞാൻ ആ ആപ്പിൾ പറിച്ചെടുക്കുമ്പോ എന്റെ കരൽ പറിച്ചെടുക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ വളരെ എളുപ്പത്തിൽ സന്തോഷത്തോടു കൂടി ചെയ്തൊരു കാര്യമൊന്നുമല്ല, എനിക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു. എന്റെ കരൽ പറിച്ചെടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എങ്കിലും അല്ലാഹുവിന്റെ കോടതിയാണ് എന്റെ മുമ്പിൽ ഞാൻ കണ്ടത്. അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്ക് മറുപടി പറയേണ്ടി വരുമല്ലോ, റബ്ബിന്റെ കോടതിയിൽ എനിക്ക് മറുപടി പറയേണ്ടി വരുമല്ലോ. ഇതിന്റെ പേരിലെങ്ങാനും എന്റെ കുടുംബത്തിന് സ്വർഗം നഷ്ടപ്പെട്ടാലോ, എന്റെ കുടുംബത്തിന് ഇതിന്റെ പേരിലെങ്ങാനും നരകത്തിൽ കടക്കേണ്ടി വന്നാലോ എന്നുള്ള ചിന്തയായിരുന്നു ബലപ്രയോഗത്തിലൂടെ ഈ കൊച്ചുകുഞ്ഞിൽ നിന്ന് ആപ്പിൾ വാങ്ങാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകമെന്നാ പറയുന്നത്. സഹോദരങ്ങളെ, നരകമാണ് അവർ ഭയപ്പെട്ടിരുന്നത്. മഹാന്മാരുടെ ജീവിതം, അവരുടെ ചരിത്രം, അത് ഒരു ചെവിയിലൂടെ കേട്ടുകൊണ്ട് മറുചെവിയിലൂടെ ഒഴിവാക്കാനുള്ളതല്ല സഹോദരങ്ങളെ, ഉൾക്കൊള്ളാനുള്ളതാണ്, അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ഹലാല് ഹറാമുകളെ സംബന്ധിച്ചുള്ള ബോധ്യം, വിശേഷിച്ചും സാമ്പത്തിക ജീവിതത്തിൽ നമ്മിൽ എത്ര പേർക്കുണ്ട്? നിഷിദ്ധമായ സമ്പാദ്യങ്ങളിൽ അകന്നു നിൽക്കാനുള്ള ജാഗ്രത, അത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് മാത്രം ബാധകമായ കാര്യമല്ല, മറിച്ച് വിശ്വാസികളോട് എല്ലാവരോടുമായിട്ട് എന്നല്ല മനുഷ്യരോട് മുഴുവനുമായി അല്ലാഹു പറയാണ്, യാ അയ്യുഹന്നാസു കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബാ, ജനങ്ങളെ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് അല്ലാഹു ഉൽപ്പാദിപ്പിച്ച നല്ലതിനെ, ഹലാലിനെ നിങ്ങൾ ആഹരിക്കുവീൻ, നിങ്ങൾക്ക് അനുവദനീയമാക്കിയതിനെ മാത്രം നിങ്ങൾ ആഹരിക്കുവീൻ. വലാ തത്തബിഊ ഖുതുവാത്തി ശൈത്വാൻ, നിങ്ങൾ പിശാചിന്റെ കാലടി പാതകളെ പിന്തുടരരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിശ്ചയം പിശാച് അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. പിശാചിന്റെ കാൽപാദങ്ങൾ നിങ്ങൾ പിന്തുടരരുത്. നിങ്ങൾ ഹലാല് മാത്രം കഴിക്കുക, നിങ്ങൾ ഹലാല് മാത്രം ആഹരിക്കുക. സഹോദരങ്ങളെ, അതാവണം നിലപാട്, അതാവണം നിലപാട്. ഇത് ഹലാലാണോ എന്നുറപ്പുവരുത്തി കഴിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായാൽ അവിടെ നമുക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം പ്രചോദനമായി, മാതൃകയായി മാറിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ വർത്തമാനങ്ങളെല്ലാം പാഴ്വാക്കുകൾ മാത്രമായിട്ട് മാറുകയാണ്. മഹാന്മാരായ സ്വഹാബിമാർ ഉപജീവനത്തിന് വേണ്ടി പുറപ്പെടുമ്പോ അവരുടെ പത്നിമാർ അവരോട് പറയാറുണ്ടായിരുന്നു, ഇത്തഖില്ലാഹ ഫീനാ, മനുഷ്യരെ, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. വലാ തുത്ഇംനാ ഹറാമാ, നിങ്ങളെ ഹറാമ് ഭക്ഷിപ്പിക്കരുത്.
ഞങ്ങളെ നിങ്ങൾ ഹറാമ് തീറ്റിപ്പിക്കരുത്. ഫഇന്നാ നസ്ബിറു അലൽ ജൂഇ വൽ അത്ശി വലാ നസ്ബിറു അലൻ നാർ. ഞങ്ങൾക്ക് വിശപ്പും ദാഹവും ഒക്കെ സഹിക്കാൻ കഴിയും, പക്ഷേ ഞങ്ങൾക്ക് നരകം സഹിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയും, പക്ഷേ ഞങ്ങൾക്ക് നരകം സഹിക്കാൻ കഴിയില്ല. അതാണ് സഹോദരങ്ങളെ അവരുടെ ജീവിതം എന്ന് പറയുന്നത്. മഹാന്മാരായ ആ വലിയ വലിയ വ്യക്തിത്വങ്ങൾ, സ്വഹാബത്തിന് ശേഷം വന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുജദ്ദിദുകളായ മഹാന്മാരായ പണ്ഡിതന്മാരും അവരുടെയൊക്കെ ജീവിതം നമ്മൾ നല്ലതുപോലെ പഠിക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ അമവി ഖലീഫമാർ അവർ സ്ഥാപിച്ച അനാചാരങ്ങളെ, ദുരാചാരങ്ങളെ ഓരോന്നോരോന്നായിട്ട് നശിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് പോയത്. ധൂർത്തിന്റെയും ദുർവ്യയത്തിന്റെയും പ്രതീകങ്ങൾ എന്ന രീതിയിലായിരുന്നു അമവികൾ അവരുടെ ഭരണങ്ങൾ, ഓരോരുത്തരുടെയും അധികാര സിംഹാസനങ്ങൾ മുന്നോട്ട് പോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ സ്വയം ഏറ്റവും അനുകരണീയവും മാതൃകാപരവുമായ ജീവിതം നയിച്ചുകൊണ്ട് ഒരാദർശ സമൂഹത്തെ പടുത്തുയർത്താൻ സാധിക്കുകയുള്ളൂ എന്ന തികഞ്ഞ ബോധ്യം മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ മനുഷ്യൻ കഴിക്കുന്ന ആഹാരമേ ഞാൻ കഴിക്കുകയുള്ളൂ. ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ കഴിക്കുന്ന ആഹാരമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്നാണ് ഭരണാധികാരി പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരിക്കൽ അദ്ദേഹത്തിന്റെ പിതൃവ്യ സഹോദരി, അദ്ദേഹത്തിന്റെ അമ്മായി അദ്ദേഹത്തോട് എന്തോ ഒരു അത്യാവശ്യം പറയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അപ്പോഴദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണക്ക റൊട്ടിയും അതുപോലെ തന്നെ എണ്ണയും ഉപ്പുമാണ് കഴിച്ചുകൊണ്ടിരിക്കുക. വെണ്ണയല്ല, എണ്ണ. ഉണക്ക റൊട്ടിയും എണ്ണയും ഉപ്പും ചേർത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പിതൃവ്യ സഹോദരി ആകെ അന്താളിച്ചു പോയി. അമീറുൽ മുഅ്മിനീൻ, ഞാൻ എന്റെ പ്രശ്നം പറയാൻ വേണ്ടിയാണ് അങ്ങയുടെ അടുക്കൽ വന്നത്, പക്ഷേ ഞങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ മുമ്പ് പരിഹരിക്കേണ്ട വിഷയം അങ്ങയുടെ വിഷയമാണ്. അങ്ങയുടെ വിഷയമാണ് ആദ്യമായിട്ട് പരിഹരിക്കേണ്ടത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അങ്ങനെ പറയുന്നത്? ഇതാണോ കഴിക്കുന്നത്? ഇതാണോ അമീറുൽ മുഅ്മിനീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതാണോ അമീറുൽ മുഅ്മിനീൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? കുറച്ചുകൂടി നല്ല ഭക്ഷണം, നല്ല ആഹാരം കഴിച്ചുകൂടെ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ് സഹോദരങ്ങളെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വലിയ സാഹിദുകളായിട്ട് മാറാൻ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. ചരിത്രം കണ്ട ആ സുഹൃത്തിന്റെ ഏറ്റവും ഉന്നതമായ വിധാനത്തിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളായി നമുക്കെല്ലാവർക്കും മാറാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. പക്ഷേ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ആരാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു? ഇതുവരെ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിനു മുമ്പൊരു ചരിത്രമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അടിപൊളി ചെറുപ്പക്കാരെ ആവേശമായി കൊണ്ടു നടന്ന ഒരു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ നടത്തവും ഇരുത്തവും കിടത്തവുമെല്ലാം അടിപൊളി ചെറുപ്പക്കാർ, യുവതി യുവാക്കൾ അനുകരിക്കുമായിരുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ ആ ജീവിതം എന്ന് പറയുന്നത്? ഒരു കാലത്ത് ഏറ്റവും വിലപിടിച്ച വസ്ത്രങ്ങളും അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പക്ഷേ ആ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും വലിയ സുഗന്ധദ്രവ്യങ്ങൾ, വിലപിടിച്ച സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹം ഏതെങ്കിലും ഒരു വഴിയിലൂടെ അങ്ങ് നടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ആ സുഗന്ധത്തിന്റെ പരിമളം മണിക്കൂറുകളോളം നിലനിൽക്കുമായിരുന്നു. അത്ര വിലപിടിച്ച സുഗന്ധദ്രവ്യങ്ങൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഉപയോഗിക്കുമായിരുന്നു. 1000 ദീനാർ വില വരുന്ന വസ്ത്രങ്ങൾ പോലും പരുക്കനെന്ന് പറഞ്ഞ് പെട്ടെന്നൊഴിവാക്കി പുതിയത് ഇങ്ങനെ വാങ്ങുമായിരുന്നു. അദ്ദേഹം വസ്ത്രം വാങ്ങിയാൽ അത് പഴയതായി പോയി ഒരു തവണ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒഴിവാക്കി വീണ്ടും പുതിയതിങ്ങനെ വാങ്ങി. ആ കാലഘട്ടത്തിലെ അടിപൊളി, നമ്മളെ ഈ കാലത്ത് പറഞ്ഞാൽ ഫ്രീക്കൻ ചെറുപ്പക്കാരെന്നൊക്കെ പറയാറില്ലേ, അതുപോലെയുള്ള ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ഹരമായി അവരൊക്കെ അനുകരിക്കുന്ന ഒരു വ്യക്തിയായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ കാണുന്നു അദ്ദേഹം മദീനയിൽ പോയി പഠിച്ചു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ മദീനയിൽ കൊണ്ടുപോയി ആക്കി. ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്റെ മാതാവിനോട് പറയുന്നുണ്ട്, എനിക്ക് നമ്മുടെ അമ്മാവൻ, അതായത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാ പറയുന്നത്, അവരുടെ ജീവിതം വല്ലാണ്ട് എന്നെ ആകർഷിക്കുന്നു. അവരെ പോലെ വലിയൊരു പണ്ഡിതനാവണം, അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലെ വലിയൊരു പണ്ഡിതനാവണം. മാതാവ് പറഞ്ഞു, അതിനെന്താ, കുറച്ച് ദൂരം മദീനയിൽ പോയി ഇന്ന് പഠിച്ചാൽ മതി.
മദീനയിൽ കുറച്ചു കാലം അവിടെ താമസിച്ചാൽ മതി. അങ്ങനെയാണ് അദ്ദേഹം മദീനയിൽ ചെന്ന് പഠിക്കുന്നത്. വലിയ വലിയ പണ്ഡിതന്മാരുടെ എല്ലാം ശിഷ്യത്വം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം പണ്ഡിതന്മാരുടെ ശിഷ്യത്വം അദ്ദേഹം ചരിത്രത്തിൽ സ്വീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് തിരിച്ചു വന്ന് ഏറ്റവും വലിയ മാതൃകയായി ചരിത്രം കണ്ട വലിയൊരു മുജദ്ദിദായി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മാറിയത്. നമുക്കും മാറാൻ സാധിക്കും, മാറാൻ കഴിയണം. നമ്മുടെ ജീവിതം, വിശേഷിച്ച് നമ്മുടെ സാമ്പത്തിക ജീവിതം, ധൂർത്തും ദുർവ്യയവും ഒക്കെ ഒഴിവാക്കുക. നമ്മുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് അനാവശ്യങ്ങൾ ഒഴിവാക്കുക. വലാ തുബദ്ദിറ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറ. നിങ്ങളൊരു ധൂർത്തടിക്കാൻ പാടില്ല. നിശ്ചയം ധൂർത്തന്മാരെ പിശാചിന്റെ കൂട്ടുകാരാണ്. പിശാചാണെങ്കിൽ നന്ദികെട്ടവനാണ്. നന്ദികെട്ട പിശാചിന്റെ കൂട്ടുകാരാണ് ധൂർത്തന്മാർ. ധൂർത്തടിക്കാൻ പാടില്ല. പൊങ്ങച്ചത്തിന്റെ നില നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. വലാ തംശി ഫിൽ അർളി മർഹാ. നിങ്ങൾ ഭൂമിയിൽ പൊങ്ങച്ചത്തോടുകൂടി നടക്കാൻ പാടില്ല, വിനയത്തോടുകൂടി നടക്കണം. അതൊക്കെയാണ് മുൻഗാമികളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങൾ എന്ന് പറയുന്നത്. വിദ്വേഷത്തിന്റെ സമീപനങ്ങളൊക്കെ എല്ലാം ഒഴിവാക്കി എന്നുള്ളതാണ്. അമവി ഭരണാധികാരികൾ അവർ ദീർഘകാലമായി അനുവർത്തിച്ചു പോരുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. പള്ളി മിമ്പറുകളിൽ പോലും അലി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അമവികൾ അങ്ങനെയൊക്കെ ഭരണാധികാരികൾ ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ അതിനെയെല്ലാം മാറ്റിയെഴുതി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഖുത്ബയുടെ അവസാനത്തിൽ നമ്മളൊക്കെ ചൊല്ലാറുള്ള ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, അല്ലാഹുമ്മ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക അൻത റഊഫുർ റഹീം. അല്ലാഹുവേ, വിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സിലൊരു വിദ്വേഷവും ഞങ്ങൾക്ക് നീ ഉണ്ടാക്കരുത് പടച്ചവനെ. അലി റളിയല്ലാഹുവിന്റെ ചരിത്രം അദ്ദേഹം പഠിച്ചു. അലി റളിയല്ലാഹുവിന് മുത്തഖീങ്ങൾക്കുള്ള ഏറ്റവും വലിയ മാതൃകയാണെന്ന് അലി റളിയല്ലാഹുവിന്റെ ചരിത്രം പഠിച്ചതിന് ശേഷം ജനങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട്. സഹോദരങ്ങളെ, അതാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ആ ചരിത്രമൊക്കെ ധാരാളം പറയാനുണ്ട്. നമുക്കൊരു പ്രസംഗത്തിലൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു ചരിത്രമല്ല മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ ചരിത്രം എന്ന് പറയും. എല്ലാ വിഭാഗം ആളുകളോടും, എല്ലാ മതവിഭാഗക്കാരോടും നല്ല ബന്ധം വെച്ചു പുലർത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വലിയ പണ്ഡിതനായിരുന്നു. ഇമാം ഔസാഇയോട് ഒരു ക്രൈസ്തവ പുരോഹിതൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കലുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിരുന്നോ? അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകളിൽ നിങ്ങൾ പങ്കാളിയായിരുന്നോ എന്ന് ഇമാം ഔസാഇയോട് ഒരു ക്രൈസ്തവ പുരോഹിതൻ ചോദിക്കുന്നുണ്ട്. ഇമാം ഔസാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, ഞാൻ പങ്കെടുത്തിരുന്നു. അത് കേട്ടപ്പോ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞപ്പോ ആ ക്രൈസ്തവ പുരോഹിതൻ കരയാൻ തുടങ്ങി എന്നുള്ളതാണ്. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് മരിച്ചതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്, എല്ലാവരും മരണപ്പെട്ടു പോകും. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു പ്രകാശമുണ്ട്. ക്രൈസ്തവരുടെ ഭാഷയാണ്. അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശം അലിഞ്ഞു പോയല്ലോ, അത് അസ്തമിച്ചു പോയല്ലോ എന്നതാണ് എന്റെ പ്രയാസം എന്ന് ക്രൈസ്തവ പുരോഹിതൻ ഇമാം ഔസാഇയോട് പറഞ്ഞതായി ഇമാം ഔസാഇയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവരോടും നല്ല ബന്ധം നിലനിർത്തുക എന്നുള്ളതാണ്. മതവിഭാഗങ്ങൾക്കിടയിൽ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും ഹൈന്ദവർക്കും ഇടയിലെല്ലാം നല്ല ബന്ധമുണ്ടാവണം എന്നതാണ് ഈ ചരിത്രമെല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയും. നമുക്കറിയാം, ഇന്ന് മുനമ്പം വിഷയമൊക്കെ നമ്മുടെ മുമ്പിൽ കത്തി നിൽക്കുന്ന വിഷയമാണ്. നമ്മുടെ നാടിന്റെ ഒരു സൗഹൃദമുണ്ട്, നമ്മുടെ നാടിന്റെ ഒരു സമാധാനാന്തരീക്ഷമുണ്ട്. നമ്മുടെ നാടിന്റെ സൗഹൃദത്തിനും സമാധാനത്തിനും വിഘ്നം വരാത്ത രീതിയിൽ, അതോടൊപ്പം തന്നെ വഖഫിന്റെ താല്പര്യങ്ങൾക്ക് എതിരാവാത്ത രീതിയിൽ മുനമ്പം വിഷയം അടിയന്തരമായി പരിഹരിക്കണമെന്ന് തന്നെയാണ് നമുക്കെല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. സഹോദരങ്ങളെ, മഹാന്മാരുടെ ചരിത്രം അത് നല്ലതുപോലെ പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. വിശേഷിച്ചും മുജദ്ദിദുകളായ ആ പണ്ഡിതന്മാരുടെ ചരിത്രം കൂടി നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുത്ബകളിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. അള്ളാഹു അത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കുവാനും അതിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതായും എല്ലാവരോടും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധു, മിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അള്ളാഹു വിശാലമാക്കി തരുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിൻ്റെ നിഴൽ നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിൻ്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും സുറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും ഫിർദൗസിൽ മഹാന്മാരായ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, കുടുംബത്തോടൊപ്പം സംഗമിക്കുന്നവരിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു തആല സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് അല്ലാഹു തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ തൊഴിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് അല്ലാഹു തആല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ അല്ലാഹു തആല അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൗർഭാഗ്യകരമായ ത്വലാഖ്, ഫസ്ഖുകളിൽ നിന്ന് അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരമുള്ള സന്തോഷവും പരസ്പര സ്നേഹവും അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. കുടുംബങ്ങളിൽ അല്ലാഹു തആല സമാധാനം നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ സഫലീകരിച്ച് തരയണമേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ സഫലീകരിച്ച് തരയണമേ റബ്ബേ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവന്, അല്ലാഹുവേ, ഗസ്സയിലെ, അല്ലാഹുവേ, ലബനാനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന മർദ്ദിതരായ എല്ലാ ജനവിഭാഗങ്ങളെയും നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അവരെ നീ ശക്തിപ്പെടുത്തണമേ തമ്പുരാനെ. അവർക്ക് അന്നം നൽകണമേ റബ്ബേ. അവർക്ക് അപ്പം നൽകണമേ റബ്ബേ. അല്ലാഹുവേ, അവർക്ക് ചികിത്സ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, നീ അവർക്ക് അഭയം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെ നീ നിസ്സഹായരാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ അടുക്കൽ നിന്നുള്ള സഹായവും രക്ഷാധികാരവും അവർക്ക് നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار، انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.